എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോൾഡ് പർച്ചേസിങ് വീഡിയോ ഉണ്ട്. അതായത് അവസാന ഘട്ടത്തിലേക്കുള്ള ഗോൾഡ് പർച്ചേസിംഗ് ആണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ചേച്ചിക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്ത വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇടാം, ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻ കാരണം ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ ചേച്ചിക്ക് ഗോൾഡ് എടുത്ത സെയിം ഷോപ്പിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ചേച്ചി എത്തിയിട്ടില്ല, ചേച്ചി വരുന്നേ ഉള്ളൂ. ഞാനും അമ്മയും കൂടെ നേരെ ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ എടക്കര ബ്യൂട്ടി മാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പയ്യന് വേണ്ടിയിട്ടുള്ള മാല നോക്കലായിരുന്നു കേട്ടോ. ആദ്യം ഞാനും അമ്മയും കുറേ നേരം വെയിറ്റ് ചെയ്തു ചേച്ചി വരാൻ വേണ്ടിയിട്ട്, കാരണം അവളുടെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ അവൾ ബ്ലോക്കിലാണ്, നിങ്ങൾ നോക്കി തുടങ്ങിക്കോ, അപ്പോഴേക്കും ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പവൻ്റെ മാലയാണ് നമ്മൾ മാഷിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അമ്മ കൈ പിടിച്ച ആ മാല ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ലൈറ്റ് വന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാൽ പണ്ട് ഞങ്ങൾ കുഞ്ഞമ്മച്ചിക്ക് ഇതേ സെയിം മാലയായിരുന്നു. മാഷിൻ്റെ അമ്മയ്ക്ക് ഈ മാലയുണ്ട്, മിനി അമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വണ്ണം വലിപ്പമൊക്കെ ഉണ്ട്, നീളം കൊണ്ട് നമുക്ക് കറക്റ്റ് പാകമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ആ മാലയുണ്ട് ഫിക്സ് ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നേരെ പിന്നെ അമ്മമ്മച്ചിക്ക് ഒരു മാല വാങ്ങിക്കാനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മച്ചിയുടെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ ഇടയ്ക്ക് അങ്ങ് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു, അതിൽ അത്യാവശ്യം കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കയ്യിൽ അമ്മ പിടിച്ചില്ല, ആ മാലയായിരുന്നോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് വേറൊരു ടൈപ്പ് മാലയായിരുന്നു, അതാണെങ്കിൽ പഴയ ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന മാലയില്ലേ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെയിം മാലയാണല്ലോ മാഷിനെ എടുക്കുന്നത് വിചാരിച്ചിട്ട് 2 പേർക്ക് ഒരുപോലത്തെ എടുക്കേണ്ട ഗതി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അമ്മ കയ്യിലെടുത്തില്ല, മാലയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ മാല എനിക്ക് ഇഷ്ടപ്പെടില്ല. പണ്ടേ എനിക്ക് തോന്നുന്നു അമ്മ വെച്ചിട്ട് പണ്ടത്തെ മാല അതായിരിക്കും നല്ലത്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എത്തിയ പാടെ ഞങ്ങൾ മാഷിനെ എടുത്ത് വെച്ച മാല കണ്ടിട്ട് പറഞ്ഞു, ആ മാല എടുക്കണ്ട, അത് പെൺപിള്ളേരെ മാലയാണ്, അത് രസമില്ല എന്ന് പറഞ്ഞു. മിനിയമ്മേൻ്റെ കഴുത്തിലൊക്കെ ആ സെയിം മാലയാണ്, അതുകൊണ്ട് മാഷിനും അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അത് മാറ്റി വെച്ചിട്ട് അവളുടെ ഇഷ്ടത്തിന് ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് 2 വളകളായിരുന്നു കേട്ടോ. ഒന്ന് ചേച്ചിക്കും ഒന്ന് ചേച്ചി കയറുമ്പോൾ മിനിയമ്മയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു വളയും കൂടിയായിരുന്നു. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ച വള ഫുള്ള് ഡെയിലി യൂസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മിനിയമ്മയ്ക്ക് പൊതുവെ ഡെയിലി യൂസിൻ്റെ വള എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേങ്കിൽ അതിലേറെ ഭംഗിയുള്ള ഇപ്പോൾ ഈ കാണിച്ച വളല്ല അമ്മ കൈ പിടിച്ച ഈ വള ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡലിൽ കുറച്ച് ഇങ്ങനെ പരന്നേലും ഇങ്ങനത്തെ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വൈറ്റ് ഗോൾഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേറെ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ വേറെ മാറ്റാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമുക്ക് ഡെയിലി യൂസിൻ്റെ കുറേ വളകളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇട്ട് കൊടുക്കുമ്പോൾ അമ്മമാരൊക്കെ ഡെയിലി യൂസ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നു ആ വള. അപ്പോൾ ഇതിലേറെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ വളയായിരുന്നു ഇഷ്ടം. പിന്നെ ഇത് ഭയങ്കര വാവണ്ണമായിരുന്നു കേട്ടോ, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. മിനിമൻ്റെ അളവൊന്നും നമുക്കറിയത്തില്ല, ആൾക്കറിയില്ല നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് അളവൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ കുഴപ്പമില്ലാത്തൊരു വലുപ്പം ചേച്ചീൻ്റെ കയ്യിലൊക്കെ കയറുന്ന ഒരു വലുപ്പത്തിലുള്ള വളയാണ് എടുത്തത്. ഇപ്പം ഞാൻ കൈ പിടിച്ചില്ലേ, അങ്ങനത്തെ ഒരു വളയാണ്ടോ ചേച്ചിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ചേച്ചിക്ക് വള എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനത്തെ ഡയമണ്ടിൻ്റെ കുറേ ബാംഗിൾസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ നല്ല ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, ഡയമണ്ട് ബാംഗിൾസൊക്കെ. പക്ഷേ എൻ്റെ ചേച്ചിക്ക് പൊതുവെ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തൊരു ചേച്ചിയാണ്. ഇതാണ് അപ്പോൾ ചേച്ചിയുടെ കയ്യിലിട്ട്. എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ ഒതുക്കം തീരെയില്ല, വലിയ വള വേണം കൈ കയറത്തുള്ളൂ. കയ്യിലിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് ഇടം കൊണ്ട് വള വലുതായും കിടക്കും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം മിനിയമ്മയ്ക്ക് പിന്നെ നമ്മൾ ഈ വള നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭയങ്കര വലിപ്പമാണ്, ഭയങ്കര ഓവർ വലിപ്പം. അപ്പോൾ അത് വലിപ്പം കൂടിയോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സെൻറ്ററിലുള്ള മാലയില്ലേ, അതാണ്ടോ ഞങ്ങൾ മാഷിന് വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഭയങ്കര മെലിഞ്ഞൊരു മാലയാണ്, പക്ഷേ നല്ല ഇറക്കമുള്ളതുകൊണ്ട് നമ്മൾ ഇറക്കത്തിന് അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അത് മൺഡേ ട്യൂസ്ഡേ തരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ 2 വളയും ആ 2 മാലയാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ നേരെ ചേച്ചിക്ക് ചെറിയൊരു സ്റ്റഡ് എടുക്കണമായിരുന്നു, ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടപാടെ എനിക്ക് ഈ പൂവിൻ്റെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. മുത്തുമോൾക്ക് അത് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. അവൾ വേറെ ഏതെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ്. പിന്നെ കുറേ എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ ഇടുന്ന ടൈപ്പാണ് സ്റ്റഡുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങനത്തെ സ്റ്റഡ്. അതൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. ഡയമണ്ട് കുറേ സ്റ്റഡ് ഉണ്ട്, പക്ഷേ ചേച്ചിക്ക് അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും യാതൊരുവിധ താല്പര്യമില്ല. എനിക്കറിയത്തില്ല, എനിക്കാണ് അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ അങ്ങനത്തെ ഐറ്റംസ്
സ്റ്റോൺസിനോടാണ് എനിക്കൊക്കെ ഇഷ്ടം. പക്ഷെ അവൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഈ കുട്ടി കുട്ടി കമ്മലൊക്കെ 1 ഗ്രാമുള്ള. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞു ഇതാണോ ഇട്ട് നോക്കാമെന്ന്. ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ ഓൾറെഡി കാതിലിട്ടൊരു കമ്മൽ പോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 2 ജോഡി സെക്കൻഡ് സ്റ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നിൽ എനിക്ക് ഓൾറെഡി ഉണ്ട്, അപ്പോൾ പിന്നെ എടുത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് ഗോൾഡ് അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് അവരിങ്ങനെ ഉരുക്കി ഇങ്ങനെ ആക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ട് കാണണം അങ്ങനെ. ഭയങ്കര വെയിറ്റ് ഉണ്ട്, ഇത്രയും ഉള്ളിൽ സാധനം വെയിറ്റ് ഉണ്ട്. ഞാൻ ഒരു കല്ല് പിടിക്കുന്ന പോലെയായിരുന്നു കേട്ടോ സാധനം ഉണ്ടായിരുന്നത്. അതിനുശേഷം എനിക്കൊരു വെള്ളിയുടെ ഒരു സിൽവർ മാല വാങ്ങിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യം ചേച്ചിക്ക് ഗോൾഡ് എടുക്കാൻ പോയി അന്ന് ഞാൻ ഇവിടെ നോട്ടിട്ട് വെച്ചൊരു മാലയായിരുന്നു. അപ്പോൾ അത് ഞാൻ അവരോടൊന്ന് എടുത്ത് തരുമോ, അതും കൂടി എനിക്ക് വേണമെന്ന് അമ്മേനോട് ചുമ്മാ നൈസിൽ സോപ്പിട്ട് ഞാൻ ആ മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെള്ളേൻ്റെ മാല ചോദിച്ചപ്പോൾ കുറേ കളക്ഷൻസ് ഇങ്ങനെ കാണിച്ചു തന്നു. ബോയ്സിനൊക്കെ ഇടാൻ പറ്റുന്നതായിരുന്നു. ഈ ഫസ്റ്റ് 1 സെക്കൻഡ് 1 അതൊക്കെ ബോയ്സിനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അയ്യോ ആക്ച്വലി ഇത് പാദസരമാണ് കേട്ടോ, ഇത് മാലയല്ല. അമ്മയ്ക്ക് പാദസരം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു മന്ദത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ മാല ഇതുപോലെ തന്നെ സെയിം മോഡലും ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് പാദസരമാണ് നമ്മൾ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പാദസരം നോക്കിയതിന് ശേഷം ഇപ്പം ഞാൻ കയ്യിലെടുത്ത് കൊടുത്തില്ലേ, ആ പാദസരമാണ് അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്കൊരു കുഞ്ഞൊരു മാലയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അമ്മ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് പാദസരം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പാകം ഒരു വിധം നാശമായിട്ടുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞില്ലേ, വലിയ കത്രയ്ക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. അമ്മയ്ക്കാണ് കുറച്ച് വീതി വലിപ്പമുള്ളൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെയല്ലേ മോഡൽ, അത് പറഞ്ഞുകൊണ്ട് അത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള മാലയുടെ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലോക്കറ്റും ഇതുപോലത്തെ ഉണ്ടായിരുന്നു. അതിൽ മുത്തുമോൾ പറഞ്ഞത് ഇതാണ്. ഇപ്പോൾ ഈ ഒരു ഇതില്ലേ, ആ ലോക്കറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് മെറൂൺ കളറായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഡ്രസ്സിനും മെറൂൺ ഡ്രസ്സ് ഉണ്ടാവും. എനിക്ക് ഓഫീസിലേക്കൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. അന്ന് നോട്ടിട്ട് വെച്ച ആ സെയിം സാധനം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറൂൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ ലാസ്റ്റായിട്ട് അമ്മയ്ക്കൊരു നമ്മുടെ റിങ്ങിൻ്റെ ഒരു നെക്കാതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ കുറേ കാലമായിട്ട് പറയുമായിരുന്നു ഇങ്ങനത്തെ റിങ്ങിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റഡ് വേണം എന്നുള്ളത്. ആക്ച്വലി അമ്മേൻ്റെ 2-3 സെക്കൻഡ് സ്റ്റഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരെണ്ണം പോയി, ആണി പോയി, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് കുവൈറ്റിൽ അമ്മ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ. അതൊക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചെറുത് നോക്കിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. വലുതിടുമ്പോൾ അത്ര രസമായിട്ട് തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര വലുതായിട്ടിരിക്കുക. അപ്പോൾ കമ്മലൊക്കെ ഊരിയിട്ട് അവിടുത്തെ ചേട്ടനെ കൊണ്ട് ഇടിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി അമ്മേൻ്റെ ഒരു കമ്മൽ കാതിലുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റഡ്, അത് ഊരാൻ കിട്ടാതെ അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒരെണ്ണം ലൂസായി പോന്നപ്പോൾ അടുത്തത് അമ്മ നൂലിട്ടോ നമ്മുടെ നെയിൽ പോളിഷ് ഇട്ടിട്ടൊക്കെ മുറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടതിന് ശേഷം അവരെന്നെ ഞങ്ങൾക്ക് റിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റഡ് ഇട്ട് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു റിങ്ങിൻ്റെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എന്തോ വലിയൊരു ഇംകൃതം ഇല്ല എനിക്കത്. പണ്ട് എനിക്കും ചേച്ചിക്കൊക്കെ അമ്മ റിങ്ങിൻ്റെ ഈ സ്റ്റോൺ ഇല്ലാത്ത പ്ലെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് പിറ്റേന്ന് ഞങ്ങൾ കൊണ്ടുപോയി മാറ്റിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ സർപ്രൈസ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് 2 ആൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് വേണ്ട സാധന സാമഗ്രിയൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നേരം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ജോലി കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ 7:30-8 മണി ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ബാക്കി കല്യാണ വിശേഷത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വഴിയെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.